ഇച്ചിരി വെച്ചി, ഇച്ചിരി ഓയിൽ ഒഴിക്കും, ഓയിൽ ഒഴിക്കും, ഓയിൽ ഒഴിച്ചു. തിളക്കട്ടെ. മട്ടൻ കറി റെഡിയാക്കാൻ പോകണം. എങ്ങനെയാണ് മട്ടൻ കറി വെക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. തിളച്ച് കഴിഞ്ഞ ശേഷം ആണ് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടുന്നത്. നോക്കിക്കേ, ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. ലൈറ്റ് ഫ്ലെയിം. തിളച്ചുകൊണ്ടിരിക്കുന്നു. നെയ്യ് വരുന്നു, ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. ഇതാണ് നാടൻ മട്ടൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം, ഹോം മെയ്ഡ്. അതിനായിട്ട് ഇനി എണ്ണ തിളച്ച് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുന്ന ആദ്യം എന്താ ഇടുന്നത്? കടുകിട്ട് പൊട്ടിക്കും. കടുകിടാൻ പോവാണ്. അപ്പം കണ്ടോ, എണ്ണ തിളയ്ക്കുന്ന അത് കേട്ടോ, തിളച്ചുകൊണ്ടിരിക്കുന്നു. ഒച്ച ഞൊരി വരുന്ന ഒച്ച. ഈ കടുകിട്ടെ, കടുകിട്. എന്നാ തിളച്ച് കടുകിട്ടിരിക്കുകയാണ്. കടുകിപ്പോൾ പൊട്ടണം. നന്നായിട്ട് കടുക് പൊട്ടണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കയ്പ്പ് വരും. പൊട്ടാത്ത കടുകാണെങ്കിൽ കണ്ടോ, അടിപൊളിയായിട്ട് കടുക് പൊട്ടുന്നു. എല്ലാം പൊട്ടട്ടെ, ശരിക്കും അങ്ങോട്ട് പൊട്ടട്ടെ. പൊട്ട്. അടുത്തത് ഇടോ, പൊട്ട് തീരാറായി. പൊട്ടട്ടെ. അടുത്ത തന്നെ ഇടുന്നത്. അടുത്തത് കണ്ടോ, അടുത്ത അതിൻ്റെ പേര് പറഞ്ഞ കറുവാപ്പട്ടയാണ് അടുത്ത ഇട്ടത്. കറുവാപ്പട്ട ഇട്ടാലേ ഉള്ളൂ സ്റ്റൂ ശരിയാവുള്ളൂ. ഇനി അടുത്തത് കറുവാപ്പട്ട ഇട്ട് ഇനി ജാതിക്കായുണ്ട്. പിന്നെ ജീരകം. ജീരകം പെരുംജീരകമാണോ? മസാലയ്ക്കകത്ത കൂട്ടത് പെരുംജീരകം. ചെറിയ പാക്കറ്റിനകത്ത് കിട്ടത്തില്ല അത് ഒക്കെ എല്ലാം. പിന്നെ തക്കോലം മസാലക്കൂട്ട്, നാടൻ മസാലക്കൂട്ട്. അതേപടി പാക്കറ്റ് പൊട്ടിക്കാതെ ഇടിക്കാതെ അതേപടി അങ്ങിട്ട്. കണ്ടോ, കുരുമുളകുണ്ട് അതിനകത്ത്. നമ്മൾ സാധാരണ പാക്കറ്റ് അത് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇട്ട് ഇളക്കിക്ക്. കണ്ടോ, പൊട്ടണ പൊട്ട് കണ്ടോ. അതിസ്വാദിഷ്ടമായ കണ്ടോ, അതൊന്ന് സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, സാധാരണ മസാലയില്ലേ പാക്കറ്റിനകത്ത് കടകളിൽ കിട്ടുന്ന പ്ലെയിൻ മസാല, ഇടിക്കാതെ ചുമ്മാ ഇങ്ങനെ തന്നെ ഇട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതതിൻ്റെ പച്ചപ്പ് പോകാനാണ്, പച്ചച്ചവ. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കഴിഞ്ഞ് ഇഞ്ചി കുനുകുന അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ദെൻ എന്താണ് ഇഞ്ചി കരികിരി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മുടെ നാടൻ പച്ചമുളക് കണ്ടോ, അത് ഇട്ടിളക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. ഉണ്ടോ, ഇത്തിരി പാൻ പാത്രമാകുമ്പോൾ അടി പിടിക്കുകയില്ല കേട്ടോ. ഇത് ഫ്ലെയിം കുറച്ചേ വെക്കാവുള്ളൂ. ഇതാ ഒരുങ്ങുകയായി. അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളക്കട്ടെ.
തിളച്ച് കഴിയുമ്പോൾ കാണിക്കാവേ. നീ എല്ലാം ഒരെണ്ണം ഇടുന്നുണ്ടോ? അല്ലേ ഇത് കഴിഞ്ഞിട്ടേ ഇടുന്നുള്ളൂ. മരിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങനെയുള്ളത്. ആ ഇനി ചൂടായി. അതിനകത്തോട്ടൊരു അതെന്നാ ഇതെന്നാ അത് എന്നാത്തിൻ്റെ ഇലയാണ് കണ്ടോ, ഒരു ഇല. ആ ഇലയാണ് കറുവപ്പട്ടയുടെ ഇലയിട്ട് പിന്നെ ഇഞ്ചി സവോള കരികിര അരിഞ്ഞത്. അതായത് 2 സവോളയും ഒരു കിലോ ഉള്ളിയും. 1 കിലോ അല്ലെങ്കിൽ 1/2 കിലോയിലും കുരുകിര. ഉള്ളി ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ സ്വാദ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. സവോളയ്ക്ക് അത്രയും സ്വാദ് കിട്ടുകയില്ല. അതിനാണ് 1 കിലോ ഉള്ളി. 1 കിലോയിൽ കാണുകയല്ലേ, 1 കിലോ ഉള്ളി ഉണ്ടെന്ന് തോന്നുന്നു. 1 കിലോ ഉള്ളി ഇടുക, ഒരു 2 സവോളയും കൂടെ ചേർക്കുക. എന്നിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കുക. നമ്മൾ ഇതിനകത്ത് ഇപ്പം അരപ്പൊന്നും ഇട്ടിട്ടില്ല, പ്ലെയിൻ മസാല ഇട്ടിട്ടുള്ളൂ. പിന്നെ എല്ലാം നാടൻ കറുവാപ്പട്ടയുടെ ഇല, ഇഞ്ചി, കുരുമുളക്, ഏലക്ക കേട്ടോ, ഏലക്ക, കരയാമ്പു, നാടൻ മസാല ഇട്ടിരിക്കുകയാണ്. കണ്ടോ അവിടെ കളറ് കണ്ടോ കാണൂ. ഇതാണ് നാടൻ മട്ടൻ കറി എന്ന തനി നാടൻ മട്ടൻ സ്റ്റൂ. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാന്ന് കേട്ടിട്ടില്ല. 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെക്കുക. 1 മണിക്കൂർ മുമ്പേ കഴുകി വെക്കണം. അത് നന്നായിട്ട് വെള്ളം ഊറിപ്പോകണം. എന്നിട്ട് ഇനി സവോള ഇച്ചിരി നിറം മാറിയ ശേഷം ഇടുന്നു. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക, ലേശം ഉപ്പ് വിതറി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് വിതറുന്നത് സവോള ഒന്ന് മെരുങ്ങി അങ്ങോട്ട് ഇത് ഉപ്പ് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ സവോളയും ആ പച്ചമുളകും മസാലയൊക്കെ ഒന്ന് മെരുങ്ങും. ഇഞ്ചി കുരുമുളകും കണ്ടോ, സവോള പെട്ടെന്ന് അതിനങ്ങോട്ട് മെരുകും. പെട്ടെന്ന് നമുക്ക് അതാണ് ഉപ്പ് ഇപ്പം ഇട്ടത്. അങ്ങനെ ചെങ്കി ചിങ്ക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അടി പിടിപ്പിക്കരുത് കേട്ടോ, ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ. ഈ സ്റ്റീല് തവി ഉപയോഗിക്കരുത്. സ്റ്റീൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ അകത്ത് ഈ കോട്ടിങ് പോവും. അതിനാണ് തടിയുടെ പാൻ ഉപയോഗിക്കുന്നത്, തടിയുടെ സ്പൂൺ ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇച്ചിരി ഇത് വേകട്ടെ. അടുത്തത് ഇടുന്നത് ഏലക്ക. കണ്ടോ, ഏലക്ക ചതച്ചിടുക. ഒരു 10 ഏലക്ക ഉണ്ടെന്ന് തോന്നുന്നു. ചതച്ചിടുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ചെണ്ടമൃതംഗം. ലോ ഫ്ലെയിം ആയതുകൊണ്ട് കരിഞ്ഞിട്ടില്ല. ഇളക്കുക. ആ പച്ചപ്പൊക്കെ മാറട്ടെ, പച്ചപ്പ് പോകട്ടെ. ഡും 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 ഇളകട്ടെ. ഇളക്കി മസിൽ പിടിച്ചങ്ങോട്ട് ഇളക്കി. അത്രേ ഉള്ളൂ. കണ്ടോ, ലൈറ്റ് ഫ്ലെയിമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഞാനൊന്ന് ശരിക്കൊന്ന് വാഴട്ടെ, ഒരു ബ്രൗൺ കളർ ആകണം. പക്ഷെ അതിനുശേഷമാണ് അടുത്ത പൊടിക്കൈകൾ പ്രയോഗിക്കുക. തനി നാടൻ മട്ടൺ സ്റ്റൂ ഇതാ ഇവിടെ റെഡിയാകുന്നു. സ്വാദിഷ്ടമായ കണ്ടോ, എണ്ണ വെട്ടി തിളയ്ക്കുന്നു. കണ്ടോ, ചതച്ച് മസാല ഇട്ടിരിക്കുകയാണ്, നാടൻ മസാല. ഇത് അടിയിൽ പിടിക്കാതെ ഒന്നും കൂടെ ഇളക്കുന്നു. ഇളക്കി. ഇതാണ് പറയുന്നത്, സ്നേഹക്കൂട്ടാണ് ഇതിനകത്ത് ചേർക്കുന്നത്. പാത്രം പോകാതെ പയ്യെ ഇളക്കണം. അത് തടിയുടെ സ്പൂൺ വേണം ഉപയോഗിക്കുക, കൂട്ടിങ് പോകാതെ. കണ്ടോ, ഇളക്കി അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിച്ചു പോയാൽ പിന്നെ ടേസ്റ്റ് കൊള്ളത്തില്ല.
ഇതാ നമ്മുടെ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇനി അടുത്ത പരിപാടി ചെയ്യാനുണ്ട്. അടുത്ത പരിപാടിയാണ്. അടുത്ത എന്താണ്? ഈ അടുത്ത പാനിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇനി ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് ഇടാൻ പോവാം. കേട്ടോ, അണ്ടിപ്പരിപ്പ് ഇട്ടു. ഇത്ര അണ്ടിപ്പരിപ്പ് വേണോ? ഇനി കിസ്മിസ്, ഉണക്കമുന്തിരി ഇട്. ഇച്ചിരി എണ്ണ ഒഴിക്ക്. അത് മതി എണ്ണ. ഇച്ചിരി എണ്ണ ഒഴിക്ക്. അത് മതി എന്നാണ് പറഞ്ഞത്. എണ്ണ അതൊന്നും നമുക്കൊന്ന് ഉണക്കിയെടുക്കുക. ഇത് അരയ്ക്കാനാണ് പോവാം. അല്ല, ഇതിനകത്ത് ഇതേപടി ഇടാൻ അല്ലേ? ഇതേപടി ഇടുന്നു. കണ്ടോ ശരിക്കും മുരിയട്ടെ. മുരിയട്ടെ. നോൺ സ്റ്റിക്ക് പാനിനകത്താണ്. ലേശം എണ്ണ ഒഴിക്കോ. എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കാൻ നല്ലത്. അധികം കൊഴുപ്പ് വേണ്ടല്ലോ. ഇത് പ്രശസ്ത പാചക വിദഗ്ധനാണ് തയ്യാറാക്കുന്നത്. മൾട്ടി ടാസ്കാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കും. നമുക്ക് നട്ട്സ് നോക്കാം. നട്ട്സ് എന്താ പാകമായി വരുന്നു. കളറ് മാറുന്നുണ്ടോ? ഇനി കളറ് മാറി തുടങ്ങി. അപ്പോൾ വന്നു കിസ്മിസ്, ഉണക്കമുന്തിരി. ഇപ്പോൾ കണ്ടോണം വീർക്കുവേ. കണ്ടോ, ഉണക്കമുന്തിരി വിട്ടു കഴിയുമ്പോഴത്തേ ഫോൺ ഉരുകുന്നെന്ന് തോന്നുന്നു. അണ്ടിയും കാഷ്യൂ നട്ടും കിസ്മിസ്, ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും. ഇതാ അത് കിട്ടാൻ കരിഞ്ഞു പോകും. ഏകദേശം കണ്ടോ, ഏകദേശം ബ്രൗൺ കളർ ആവുന്നു. കാഷ്നട്ട് കളറായി. ഉണ്ടോ? അത് മാറ്റി നമ്മൾ മീനാണ്. നമുക്ക് എപ്പോൾ ഇടുന്നു പിന്നെ കാണിക്കാവേ. പിന്നെയും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം എന്തായി, ഞാനും വേണം എടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഉണ്ടോ, ചെറു തീയിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ കളറ് മാറുന്നുണ്ട്. നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മസും അങ്ങനെ ആക്കിയിട്ട് എടുത്ത് മാറ്റി വെച്ചാൽ അത് പിന്നെ ഇടുന്നുള്ളൂ. ഇപ്പോൾ ഇടുന്നില്ല. സവോള വാടിക്കോട്ടെ, ഇല്ലെങ്കിലേ പച്ച ചോദിക്കുക. അതുപോലെ വേണ്ടിയാണ് ചെറിയ തീയിൽ. ഇനിയാണ് അടുത്ത കൂട്ട് ചേർക്കുന്നത്. അടുത്ത മാജിക്ക കൊടുത്താണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് അരച്ച് വെച്ചതാണ്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അരച്ച് വെച്ചതാണ് അല്ലേ? ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അരച്ച് ചേർത്തത് ഉണ്ടോ? അത് ഇതിനകത്ത് ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉണ്ടോ? മിക്സ് ചെയ്ത് ഉണ്ടോ? ഇതിനകത്തിട്ടങ്ങ് മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് മിക്സിക്കകത്ത് അടിച്ച് വെച്ചിരുന്നതുമായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കണ്ടോ. അപ്പോൾ ഏകദേശം ഈ കളറായി. അപ്പം നമുക്കറിയാം നല്ല മുമ്പത്തെ ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വാടിയിട്ടുണ്ട്. വാടിയ ശേഷമാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് അല്ലേ പുഴുങ്ങിയിട്ട് അത് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റിന് വേണ്ടിയാണ്, നമ്മുടെ മട്ടൺ ടേസ്റ്റിന് വേണ്ടിയാണ്. മാഷ് സ്കീസ് ആൻഡ് സ്മസ് പൊട്ടാറ്റോ കണ്ടോ? ഇപ്പോൾ കണ്ടോ ചെറിയ ഇത് കൂട്ടുന്നുണ്ട്, കളർ മാറി കണ്ടോ? ഇതാണ് ടെക്നിക്ക്. എന്താണ് കുക്കിംഗ് ടെക്നിക്സ്.
കുക്കിംഗ് ഈസ് ആൻ ആർട്ട്. കണ്ടോ, നാടൻ ശൈലിയിൽ പെട്ടെന്നാവും. മതി 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 മതി. മേളിലൊന്നും എടുത്തിട്ട് ആഹാ സൂപ്പർ. ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കണ്ടോ, മസാലകളെല്ലാം ഇട്ട് ഇനി ഇടുന്ന ഇനി കുറച്ച് നേരം ഇരുന്ന് ഇതിനകത്തിരുന്ന് വേട്ട മസാല വേട്ട. ഇനി എന്നാത്തിൻ്റെയും കുറവുണ്ടോ? അടി പിടിക്കാതെ ഇളക്കിക്കേ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കല്ലേ, അടി പിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കും, നന്നായിട്ട് ഇളക്കും. ഓക്കെ. ആഹാ പൊട്ടട്ടെ പൊട്ടറ്റോ പൊട്ടറ്റങ്ങനെ പൊട്ടട്ടെ. അടുത്ത നമ്മളൊരു കൂട്ടി ചേർക്കുവാണ്. പെരിഞ്ചീരകം മിക്സിക്കകത്ത് വെച്ച് പൊടിച്ചത്, അതിൻ്റെ കൂടെ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒരു കൂട്ടും കൂടെ ചേർക്കുകയാണ്. ഉണ്ടോ, അതെ, പെരിഞ്ചീരകം മിക്സിക്കകത്ത് ഇട്ട് പൊടിച്ച് അതിൻ്റെ കൂടെ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഇട്ടിട്ട് ഉണ്ടാക്കുന്നു. അടിപൊളി. ഇത് ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ്. കുക്കിംഗ് കണ്ടുപിടി. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം, ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ മട്ടന് വേണ്ടി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് കടന്നിരിക്കുകയാണ്. കണ്ടോ, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് പെരിഞ്ചീരകം പൊടിച്ചു, അതിൻ്റെ കൂടെ അത് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പൊടിയണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഇതിനിട്ട് കൊടുക്കും. അപ്പം എന്തേണ്ട കളർ പിന്നെയും ചേഞ്ച് ആയി. കണ്ടോ, കളർ പിന്നെയും ചെയ്താൽ കൺസിസ്റ്റൻസിക്ക് മാറ്റം വന്നു. കണ്ടോ, ഇതാണ്. ഉണ്ടാക്കുന്നവരുടെ വായിൽ നിന്ന് തുപ്പൽ വരുന്ന കാര്യമില്ല. കുക്ക് ഉണ്ടാക്കുന്ന ആൾ ഉണ്ടോ. ഇപ്പം നമ്മൾ മാസ്ക് ഒക്കെ കെട്ടി വേണം ഉണ്ടാക്കാൻ. മാസ്ക്, ഗ്ലൗസ്. തമാശ പറഞ്ഞല്ലേ, അങ്ങനെ തമാശ പറയരുത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം കുക്ക് ചെയ്യുമ്പോൾ നോ തമാശ. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് വേണം കുക്ക് ചെയ്യാൻ, നീറ്റായിട്ട് കുക്ക് ചെയ്യണം. അതായത് വൃത്തിയായിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്, ഹൈജീനിക് ആയിരിക്കും. ഉപ്പ് നോക്കുവാണ്, ഉപ്പ് നോക്കും. ഉപ്പ് ഓക്കെ ആണോ? ഇത് ഉപ്പ് നോക്കി, ഉപ്പ് ഓക്കെയാണ്. ഇനി നമ്മുടെ കുക്ക് നല്ല പ്രായമുള്ള കുക്കാണ് കേട്ടോ. 70-75 വയസ്സുള്ളൊരു കുക്കാണ്. കുക്കിൻ്റെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് നോക്കും. ഇനി നമ്മുടെ ഈ മട്ടൺ ഇടുവാണ്. മട്ടൺ വീഴുന്നത് കാണിക്കാം. വീണ് മട്ടൺ വീണ് 2 മണിക്കൂർ മുമ്പേ കഴുകി വെച്ച മട്ടനാണ്. മട്ടൺ വീണ് ഇനി ഇതിനകത്ത് ഇളക്കുന്നു. കണ്ടോ, ഇളക്കുവാണ്. ഇളക്കുവാണ്. ഇളക്കുന്നു. കണ്ടോ, ഇളക്കി നന്നായിട്ട് ഇളക്കുക. എല്ലായിടത്തും അരപ്പങ്ങ് പിടിക്കട്ടെ. എന്നിട്ട് കുറച്ച് ഫ്ലെയിം വെച്ചിട്ട് ഉണ്ടോ നന്നായിട്ട് അങ്ങോട്ട് കുക്ക് ശരിക്കും ഇളക്കിക്കേ. ശരിക്കും കുക്കങ്ങ് ഇളക്കിക്കേ. നന്നായിട്ട് അങ്ങ് ഇളക്കിക്കേ. ഇത് വെള്ള കളർ വരണ്ടാണല്ലോ.
വെള്ള കളർ വരുമോ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സ്റ്റൂവിന് വെള്ള കളറാണ് വരുന്നത്. അത് വെള്ള കളർ വരുമോ നമുക്ക് നോക്കാം. ശരി, തീ കത്തട്ടെ, ഫ്ലെയിം കത്തട്ടെ. ഓക്കെ, നമ്മുടെ മട്ടൻ കറി തിളച്ച് വരുന്നുണ്ട്. വെള്ള കളറാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. വെള്ള കളർ വന്നില്ല. ഇതാ ഇരുന്ന് തിളയ്ക്കുന്നു. ഒന്ന് ഇളക്കി കാണിച്ചേ, എൻ്റെ കുക്കൊന്ന് ഇളക്കി കാണിച്ചേ. കുക്ക് ഒന്ന് ഇളക്കി കാണിച്ചേ. ഇത് തിളയ്ക്കുന്നു. പ്രായമായ കുക്കാണ് എങ്കിലും ഇപ്പം കുക്ക് ഒന്ന് ഇളക്കി കാണിച്ചേ. ഒന്ന് ഇളക്കി കാണിച്ചേ. ഉണ്ടോ വെള്ള കളർ വന്നില്ലല്ലോ നമ്മുടെ സ്റ്റൂവിന് വെള്ള കളർ വന്നില്ല. എങ്കിലും ഈ കളറിലാണേലും നല്ല ടേസ്റ്റായിരിക്കും. നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് വേകണം. ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് വെട്ടി തിളയ്ക്കണം. വെട്ടി തിളച്ച് കഴിഞ്ഞ് ഇനി ഇതിനകത്ത് തന്നെ ചേർക്കുന്നത്. അവസാനം വാങ്ങുന്നതിന് മുമ്പ് ഏലക്കായ എന്തൊക്കെ ഇടണ്ടേ? വാങ്ങുന്നതിന് മുമ്പ് അണ്ടിപ്പരിപ്പും കിസ്മിസും മല്ലിയിലയും കൂടി ഇട്ട് വാങ്ങിയെടുക്കണം. പിന്നെ തേങ്ങ പിഴിഞ്ഞ് ആദ്യത്തെ തലപ്പാൽ ഒഴിച്ചെടുക്കണം. ആ ഒരു പ്രോസസ്സും കൂടെ ഉണ്ട് ഇത് കംപ്ലീറ്റ് ആകാൻ. പിന്നെ ഇതിനകത്ത് മല്ലിയില ചേർക്കും, അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കും. പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കും. അപ്പം നന്നായിട്ടിരുന്ന് വേകട്ടെ. പിന്നെ അടപ്പെന്തി കുക്ക് ഇതിൻ്റെ അടപ്പെന്തി കുക്ക് നന്നായിട്ട് വേകട്ടെ. വെട്ടി തിളക്കട്ടെ. നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. ഇളക്കട്ടെ. നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇച്ചിരി ഇളക്കിക്ക്. നന്നായിട്ട് വേകട്ടെ. ഇനി ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കാനുണ്ട്, അണ്ടിപ്പരിപ്പ് ഇടാനുണ്ട്. നന്നായിട്ട് വെന്ത ശേഷം തിളച്ച് വേകട്ടെ. ഒരു 1.5 മണിക്കൂർ ഇരിക്കണം. എന്നാലും ഇത് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. അടപ്പൊന്ന് വെച്ച് വെട്ടി തിളക്കട്ടെ. നാടൻ മട്ടൻ കറി. തേങ്ങാപ്പാൽ പിഴിയണം. തേങ്ങ ചേർന്നാ പോവാണ് സുഹൃത്തുക്കളെ. ഇത് ഇപ്പം എടുക്കുവാണെങ്കിൽ സൂപ്പിന് ഉപയോഗിക്കാം. ഇതിൻ്റെ ചാറ് എടുക്കുവാണെങ്കിൽ സൂപ്പായിട്ട് ഉപയോഗിക്കാം. നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. അടപ്പ് വെക്കാൻ പോവാം. നമ്മൾ ഒന്നും കൂടെ ഇളക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി. ആഹാ, ഇളകട്ടെ. നല്ല വെള്ളമുണ്ട്. വെള്ളം പറ്റട്ടെ. നല്ല വെള്ളം ഉണ്ടോ? മൂടി വെച്ചേക്ക് വേണം. റെഡി ആകട്ടെ. മൂടിയിരുന്ന് മട്ടൻ കറി. അപ്പോഴത്തേക്ക് നമ്മൾ ബാക്കി തേങ്ങാപ്പാൽ പിഴിയും. ഓക്കെ, തേങ്ങ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ ചിരണ്ടി നന്നായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളം ഒഴിച്ച്, ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഇങ്ങനെ തിരുമ്മി നന്നായിട്ട് തിരുമ്മി മട്ടൻ അവിടെ തിളച്ച് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. തിരുമ്മി വെച്ചിരിക്കുകയാണ്.
പിഴിഞ്ഞെടുക്കുക. നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം വേവായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ പാല്, തേങ്ങാപ്പാൽ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക. അരിപ്പ വെച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കും. ഒന്നും കൂടെ ടേസ്റ്റാവും. ഇനി നമ്മളതും കൂടെ പിഴിയുക. അതും കൂടെ ഒഴിക്കുക. തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് ഇനി ഒന്ന് ചൂടാവട്ടെ. ഏകദേശം നമ്മുടെ മട്ടൺ റെഡിയായി. നാടൻ മട്ടൻ കറി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. മട്ടൺ സ്റ്റൂ. വെള്ളക്കളർ ഇതുവരെ വന്നില്ല. ഒന്ന് മസാലയുടെ ആയിരിക്കും. ഏതായാലും തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞ് അതിൻ്റെ നാടൻ മട്ടൻ കറി റെഡിയായിരിക്കുകയാണ്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചോട്ടെ. നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കുക്ക് ഒന്നും കൂടി ഇളക്കുവാണ്. കണ്ടോ? നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ കളറ് കണ്ടോ? ഇപ്പോൾ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചോട്ടെ തേങ്ങാപ്പാൽ. അതിന് നമുക്ക് ഇനി മല്ലിയില ഇടാനുണ്ട്. പിന്നെ കിസ്മസും അണ്ടിപ്പരിപ്പും കൂടെ ഇടാനുണ്ട് ടേസ്റ്റിന് വേണ്ടി. അപ്പം മട്ടൻ കറി റെഡി. ഉപ്പൊന്നും കൂടെ നോക്കിക്കോട്ടെ. നന്നായിട്ട് തിളച്ചോട്ടെ. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടോ? ഒന്നും കൂടെ ആ തേങ്ങാപ്പാൽ ഒഴിച്ചതും കൂടെ ഒന്ന് തിളച്ചോട്ടെ. അതും കൂടെ ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മസും കൂടെ ഇപ്പോൾ നമുക്ക് ഇട്ടാം. കണ്ടോ? അതിനകത്ത് അതും കൂടെ ഇട്ടു. അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി ഇച്ചിരി തിളച്ച് ഇളക്കിക്ക്. ഇനി നമുക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇടാം. മല്ലിയിലയും കൂടെ ഇട്ട് ഏകദേശം റെഡിയായി. അധികം തിളക്കണ്ട, വാങ്ങി എടുത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ആ മല്ലിയിലയും കൂടെ എന്നിട്ടാവോ? ഒന്നും കൂടെ ഒന്ന് ഉപ്പ് നോക്കുവാണ്. എന്തെങ്കിലും കുറവുണ്ടോ, ഇനി എരിവ് കുറവുണ്ടോ, കുരുമുളക് വേണോ? കുരുമുളക് അതിനകത്ത് മെയിന്. എങ്ങനെയുണ്ട് കുക്ക്? നല്ലതാണോ പാചകക്കാരൻ? ഇനിയിപ്പോൾ എന്തെങ്കിലും കുറവുണ്ടോ അത് ചേർക്കാം. ഇട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മല്ലിയില ഇടാമല്ലോ. മല്ലിയില ഇട്ട് വാങ്ങിയാണ് എടുക്കുന്നത്. ഒന്നും കൂടെ ഇളക്കട്ടെ. എല്ലാം ശരിക്ക് പിടിക്കട്ടെ. കിസ്മസും അണ്ടിപ്പരിപ്പും തേങ്ങാപ്പാലും ഉരുളക്കിഴങ്ങും കരിയാപ്പിലയും മസാലകളും എല്ലാം ഇത് കണ്ടോ? അടപ്രഥമം പോലെ ഇരിക്കുന്ന അടിപൊളി നാടൻ മപ്പാസ്, മട്ടൻ മപ്പാസാണ്. അല്ല അടപ്രഥമം കണ്ടോ? കണ്ടു കഴിഞ്ഞാൽ അടപ്രഥമം തോന്നുന്നു. പക്ഷേ ആഹാ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇത് കൂട്ടി അപ്പം കഴിക്കാം, ചോറ് കഴിക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് ഏതാണ് മട്ടൻ കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടം. പക്ഷേ ഇത് മട്ടൻ ഇച്ചിരി സമയം എടുക്കും കേട്ടോ. നന്നായിട്ട് കറി വെച്ചാലേ ഉള്ളൂ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. ഈ മട്ടന് ഒരു അത് മാറി കിട്ടണമെങ്കിൽ നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല നേരം അടുപ്പ് ഇരുന്ന് കുക്കാകണം. നന്നായിട്ട് വേകണം, എന്നാലേ ഉള്ളൂ ഇതാവും. ഇനി അവസാന കൈയായിട്ട് കുറേ ഒരു ഇത് കണ്ടോ? കരിവേപ്പില ഒന്ന് കൊടുക്കുക ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി. മല്ലിയില
അവസാനം നമ്മൾ മന്തിയിലേക്ക് ഇടാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് മട്ടൻ്റെ കൂടെ കഴിക്കാൻ, പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണോ, കള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണോ, അതോ കപ്പയുടെ കൂടെ കഴിക്കാനാണോ, എന്താ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാം വീട്ടിൽ. നല്ല ഹോം മെയ്ഡാണ്, പക്ഷെ സമയമെടുക്കും കേട്ടോ. ഒരു 3 മണിക്കൂർ സമയമെടുക്കും. അപ്പോൾ ഞായറാഴ്ചയോ അവധിയുള്ള ദിവസം ഉണ്ടാക്കുക നോക്കുക. ചിക്കനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ സമയം എടുക്കുകയുള്ളൂ. ഈ മട്ടനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. പിന്നെ അത് അപ്പം കണ്ടോ നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. ഈ ചോറുണ്ണണം, ഇത് കൂട്ടി ഇച്ചിരി ചോറുണ്ണണം. ബ്രെഡ് കൂട്ടി കഴിക്കാം, ചപ്പാത്തി കൂട്ടി കഴിക്കാം, കള്ളപ്പം കൂട്ടി കഴിക്കാം, പിന്നെ ദോശ കൂട്ടി കഴിക്കാം, കപ്പ കൂട്ടി കഴിക്കാം. ദേ മല്ലിയില ഇടുവാണ് കണ്ടോ. ഇത് രസമായിട്ട് ഇടുന്നത് കേട്ടോ. അതിൻ്റെ ആ ചൂട് ഇല മാത്രം ഇട്ടാൽ മതി കേട്ടോ. മല്ലിയുടെ ഇല മാത്രം ഇട്ടാൽ മതി. ആ ചൂടൊന്നും ഇടണ്ട, ജസ്റ്റ് ഇല വീഴട്ടെ. അത്രയ്ക്ക് വെട്ടി മതി. ചോടൊന്നും വേണ്ടെന്നേ, കുറച്ചിട്ടാൽ മതി. ഇത്തിരി മല്ലിയില ആയി കഴിഞ്ഞാലേ മല്ലി ചോദിക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ നമ്മുടെ എല്ലാം ആയി, മല്ലിയിലയായി. ഒന്ന് ഇളക്കിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഒന്ന് ഇച്ചിരി എടുത്ത് കാണിക്കാവോ? കുക്ക് ഒരു പാത്രത്തിൽ ഒന്ന് കോരിയെടുത്ത് കാണിക്കാവോ? ഇച്ചിരി കുക്ക് ആ പാത്രത്തിൽ ഒന്ന് എടുത്ത് കോരി കാണിക്കുക. നമ്മുടെ എല്ലാവർക്കും മട്ടൻ കറി എങ്ങനെയുള്ളതെന്ന് കാണിക്കാൻ പറ്റും. അതിനകത്തല്ല, വെള്ള പാത്രം പ്ലേറ്റ് എടുത്ത് അതിനകത്ത് ഇച്ചിരി ഇളക്കിയിട്ടൊന്ന് കോരി കാണിക്കാം കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് എടുക്കണേ. ഇളക്കി കണ്ടോ, നന്നായിട്ട് ഇളക്ക് ഇളക്കിയിട്ട് എടുക്കും. ഇത് അടപ്രഥമൻ പോലെയുള്ള നാടൻ മട്ടൻ സ്റ്റൂ റെഡിയായി കണ്ടോ. ഇളക്കാൻ നമ്മൾ ഈ തവിയാണ് ഉപയോഗിക്കുന്നത്. ഉണ്ടോ ഇച്ചിരി എടുത്ത് നന്നായിട്ട് ഇളക്കി. ഇനി ഇത് അടിച്ച് ആദ്യം നല്ല മണം. ആഹാ, മട്ടൻ്റെ അടിപൊളി മണം. ഇവിടെ ആ പ്രദേശത്തെല്ലാം നല്ല മണമാണ്. ഇച്ചിരി ചോറുണ്ണാം, ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ചോറുണ്ണാം. ഇപ്പം ചപ്പാത്തിക്ക് കഴിക്കാം. ആഹാ, ഇച്ചിരി എടുത്ത് കാണിച്ച്. അടപ്രഥമൻ പോലത്തെ നാടൻ മട്ടൻ സ്റ്റൂ കണ്ടോ. ആഹാ, പ്ലേറ്റിലോട്ട് വെക്കുമ്പോൾ ആഹാ ക്രിസ്മസ് ഉണ്ട്. ഇച്ചിരി ചാറും കൂടെ കോരിയിട്ട് കണ്ടോ, നല്ല അണ്ടിപ്പരിപ്പും നല്ല അടിപൊളി. ഇച്ചിരി ഒന്ന് എടുത്ത് കുക്ക് ചെയ്തൊന്ന് ടേസ്റ്റ് ചെയ്ത് ഇച്ചിരി ഒന്ന് എടുത്ത് കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. നല്ല മട്ടൻ്റെ എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് കണ്ടോ. നല്ല മല്ലിയില ഇത് കൂട്ടി ഇച്ചിരി ചോറ് കഴിക്കണം. അപ്പം എല്ലാവരും കണ്ടോ, അണ്ടിപ്പരിപ്പ് കണ്ടോ, നല്ല അടപ്രഥമൻ പോലത്തെ നാടൻ മട്ടൻ കറി കണ്ടോ. അപ്പം നമ്മൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ. കുക്ക് കഴിച്ച് നോക്കി, ഒന്ന് തൊട്ടിട്ട് കഴിച്ച് നോക്കി. നല്ല സൂപ്പർ മട്ടൻ കറി. ആഹാ, എല്ലാവരും തയ്യാറാക്കുക. ഓക്കെ, ബായ്.